ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവ് നല്ലവനാണ്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നഷ്ടങ്ങളോ ഭാരങ്ങളോ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ആരൊക്കെ നമുക്കെതിരെ അവിശ്വസ്തത കാണിച്ചാലും, ഏറ്റവും കൂടെ നിന്ന വ്യക്തി പോലും മാറിപ്പോയി നമുക്കെതിരെ സംസാരിച്ചാലും, ഓർക്കുക, കർത്താവ് നല്ലവനാണ്, കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല. അവിടുന്ന് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. സർവശക്തനായ ദൈവം നമുക്ക് തുണയുണ്ട് എങ്കിൽ ഈ ലോകം മുഴുവനും നമുക്ക് നഷ്ടമായാലും ദൈവം അതെല്ലാം വീണ്ടെടുത്ത് തരാൻ, ഒരു പുതിയ ലോകം നമുക്കായി സൃഷ്ടിച്ചു തരാൻ ശക്തനാണ്. അതിനാൽ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തതാണ് ദൈവഭക്തി. അതിനാൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ ഒരു വർഷം മുഴുവനും ദൈവത്തോടൊരു ആത്മബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തോട് ആത്മബന്ധം പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും നിസ്സാരമായി അതിജീവിക്കാൻ സാധിക്കും. ഏത് പ്രശ്നങ്ങളെയും, ഏത് ദുഃഖകരമായ സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ, ധൈര്യത്തോടെ അതിജീവിക്കാൻ സാധിക്കും, അഭിമുഖീകരിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് ആവശ്യമായത് കർത്താവിനെയാണ്. ആ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുന്നു, അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങളുടെ കർത്താവായ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത നന്മകളെ ഒന്നും നഷ്ടമാക്കില്ല. എന്തെന്നാൽ കർത്താവ് നല്ലവനാണ്. അതിനാൽ ഈ പുതുവർഷത്തിൽ നമുക്ക് ഒന്ന് തീരുമാനിക്കാം, കർത്താവിനെ നന്ദി പറയാൻ, കർത്താവിനെ സ്തുതിക്കാൻ അവസരങ്ങൾ നാം തന്നെ ഉണ്ടാക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളാണോ ആ സാഹചര്യങ്ങളിലെല്ലാം കർത്താവിനെ സ്തുതിക്കുക. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുക കർത്താവിനെ സ്തുതിക്കാൻ. ഓരോ ദിനവും രാത്രിയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ വർഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് തുടങ്ങുക. എന്ത് വന്നാലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷത്തേക്ക് ആദ്യം തുടങ്ങുക. ഒരു നിമിഷം നിങ്ങൾക്ക് പൂർണ്ണമായും കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കുന്നു എങ്കിൽ വീണ്ടും അടുത്ത നിമിഷം, അങ്ങനെ ഓരോ നിമിഷം കൂട്ടിക്കൂട്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ വർഷം ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുക. ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നല്ലവനായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നല്ലവനാണ്. സങ്കീർത്തനം 100 മുതലുള്ള വാക്യങ്ങൾ. കൃതജ്ഞത ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്നത്
ഏറ്റവും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എന്തെന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നവർ, ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ചവർ, ഞങ്ങൾ അവരുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ അവരെ വലിയ ഉയർന്ന നിലയിലേക്ക് കരകയറ്റിയ ആ ഞങ്ങളുടെ മുന്നിൽ അവിശ്വസ്തത കാണിച്ചപ്പോൾ വേദനിച്ച നുറുങ്ങിപ്പോയ ഹൃദയത്തോടെയാണ് കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യർ എല്ലാവരും അവിശ്വസ്തരാണ് എന്ന് ഈ വചനത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരു വ്യക്തിയും വിശ്വസ്തയായി ഇല്ല. അതിനാൽ തന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും എൻ്റെ ഹൃദയത്തിൽ വേദനയും തിരസ്കരണവും നിസ്സഹായ അവസ്ഥയും കുമിഞ്ഞുകൂടുന്നു. എൻ്റെ കർത്താവേ, നീ മാത്രം വിശ്വസ്തനായ ദൈവമാണ്. അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ ഭാരപ്പെട്ട ഹൃദയത്തോടെ എന്നെ വേദനിപ്പിച്ച വലിയ വലിയ സംഭവങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ചില വേദനിക്കുന്ന സംഭവങ്ങളെ എനിക്ക് നേരെയുണ്ടായപ്പോൾ എൻ്റെ കർത്താവേ, ഞാൻ ഇതുവരെ സമ്പാദിച്ചത്, ഞാൻ ഇതുവരെ നേടിയതെല്ലാം, എൻ്റെ സൽപ്പേര്, എൻ്റെ സമ്പത്തെല്ലാം കർത്താവേ ഒരു നിമിഷം കൊണ്ട് അവിശ്വസ്തരായ വ്യക്തികൾ അത് കയ്യേറി എന്നെ ഒറ്റപ്പെടുത്തിയ ഈ നിമിഷത്തെ പ്രതി കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഈ വേദനയെ നീ കാണണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. നീ ഞങ്ങളുടെ വിശ്വസ്തനായ ദൈവമാണ്. നിന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. നിന്റെ വിശ്വസ്തത ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഒന്ന് തന്നെയാണ്. അതിനാൽ കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, നിന്റെ തുണ എനിക്ക് ഞങ്ങൾ ഓരോരുത്തർക്കും ഈ രാത്രിയിൽ വേണം. ഈ പുതുവർഷം മുഴുവനും വിശ്വസ്തനായ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കണമേ. അവിശ്വസ്തരുടെ കൂടെ നിന്നാലും ദൈവമേ, അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ നന്ദി പറയുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നിലേക്ക് എൻ്റെ ഹൃദയം സമർപ്പിക്കുവാൻ, എൻ്റെ ജീവനും നിനക്കർപ്പിച്ച് വിശ്വസ്തനായ ദൈവത്തോട് കൂട്ടുകൂടാൻ ഇന്നു മുതൽ എന്നെ സഹായിക്കണമേ. എന്തെന്നാൽ ഈ ലോകത്തിൽ കൂടുതൽ അടുക്കും തോറും ഓരോരുത്തരും അവിശ്വസ്തതയാണ് കാണിക്കുന്നത്. അതിനാൽ തന്നെ ഒത്തിരി വേദനകളും ദുഃഖങ്ങളുമുണ്ട്. കർത്താവേ, ഈ രാത്രിയിൽ വിശ്വസ്തനായ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ. നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും വിശ്വസ്തതയോടെ കാണപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ. എന്നാൽ ദൈവമേ, വിശ്വസ്തത എന്നത് ഏറ്റവും ഉന്നതമായ സമ്മാനമാണ്. അതിനാൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തരായി കാണപ്പെടുന്നതിന് എന്നേക്കും ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി, ഈ പുതുവർഷത്തിൻ്റെ സകല മംഗളങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ വർഷം കർത്താവേ, എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുന്നതിന്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുന്നതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നീ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ മക്കളുടെ മേൽ കരുണ തോന്നി നാളത്തെ അവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് എല്ലാം ശുഭകരമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും എടുത്തു മാറ്റി നിത്യമായ ആനന്ദം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ. ക്ഷണികമായ സന്തോഷങ്ങൾ നിന്നിൽ നിന്ന് വിട്ടകന്നാലും നിത്യമായ സൗഭാഗ്യവും ആനന്ദവും കർത്താവ് നിനക്ക് നൽകി നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങേക്ക് സർവ്വ നന്ദിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.